ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ആണ്. വെൽക്കം ടു മംസ് ആൻഡ് വൈസ്. മംസ് ആൻഡ് വൈസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം ഞങ്ങളുടെ CEO മിസ്റ്റർ ദിൽഷാദും ഫാമിലിയും ജോർജിയയിലേക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മംസ് ആൻഡ് വൈസിന്റെ ലോഗോ ലോഞ്ചോടനുബന്ധിച്ച് അദ്ദേഹം ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 രാജ്യങ്ങൾ 3 ഫാമിലിക്ക്. ഇതിനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. ദിൽഷാദിന്റെ അക്കൗണ്ട്, ജുമൈല ദിൽഷാദിന്റെ അക്കൗണ്ട്, അതുപോലെ തന്നെ മംസ് ആൻഡ് വോയ്സിന്റെ അക്കൗണ്ട് കൂടെ ഫോളോ ചെയ്യുക. ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെയുള്ള കുറച്ച് റൂൾസുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 3 ഫാമിലിക്കാണ് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യണം. മേലെ പറഞ്ഞ ദിൽഷാദ്, ജുമൈല ദിൽഷാദ്, മംസ് ആൻഡ് വൈസ് എന്നുള്ള അക്കൗണ്ടുകളൊന്ന് ഫോളോ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ആ ഒരു പ്രോസസ്സ് നടന്നു. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. യെസ്. അപ്പൊ എന്തായാലും റിസൾട്ട് കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് എന്നുള്ളൊരു കാര്യം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ചോദിക്കുകയും ചെയ്തു പുള്ളിയുടെ അടുത്ത്, നമുക്കാർക്കെങ്കിലും ഒന്ന് അല്ലേ, നമ്മളൊക്കെ കോമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നമ്മളെ പരിഗണിക്കുമോ? പുള്ളി പറഞ്ഞോ അങ്ങനത്തെ പരിപാടികളില്ല. നമ്മൾ വളരെ ജെന്യുവനായിട്ട്, വളരെ ന്യൂട്രലായിട്ട്, നൈസായിട്ട് ആരെയാണോ കിട്ടുന്നത് അവർക്കായിരിക്കും സമ്മാനം കൊടുക്കുക. എന്തായാലും നമുക്കൊരു റിസൾട്ട് കണ്ടാലോ? പിന്നല്ല, നമ്മൾ അനൗൺസ് ചെയ്ത ഗിവ് അവേന്റെ ഡേറ്റ് എന്താണ്? അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ആളിൻ്റെ കൂടെ കൂടിയിട്ടുള്ളത് ഇതൊന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരക്ക് കാരണം കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇത് അനൗൺസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 രാജ്യം ചൂസ് ചെയ്യുക, 3 ഫാമിലിക്ക്. ഒന്നെങ്കിൽ ദുബായ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജോർജിയ, അല്ല അസർബൈജാൻ. ഈ ജോർജിയ, അസർബൈജാനും ചിലപ്പോൾ ദുബായിലുള്ള ആളുകൾക്ക് പോസിബിൾ ആവലുണ്ടാവും. കാരണം വിസ കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഗീവ് അവേയിലെ വിന്നർ ആരാന്ന് നോക്കാട്ടോ. അതെ, ഗിവ് അവേയിലെ വിന്നറെ നോക്കുകയാണ് നമ്മൾ ഇതാക്കുന്ന. അതേപോലെ പിന്നെ അതാ റെഡി 1 2 3 അല്ല, അത് ഇങ്ങനെ പറയണം. ഇങ്ങനെതാ 1 2 3 3 ഇങ്ങനെ താഴോട്ട് അക്കൗണ്ട് ചെയ്യാം. 5 4 3 2 1 ഒറ്റ ട്രിപ്പിൽ 3 ആളെ നോക്കാൻ പോവാണ്. ഫസ്റ്റ് വിന്നർ ആരാണെന്ന് റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ആഹാ, സിംഗിൾ ആണെന്ന് തോന്നുന്നല്ലോ. ഡേവിഡ് 77. ഫസ്റ്റ് വിന്നർ ഡേവിഡ് ആണ്. ഇത് സ്ക്രീൻ ഓഫ് ആയി പോകാതെക്കാൻ വേണ്ടിട്ടാണ് ഇതിന് മുകളിൽ കൈ വെക്കുന്നത്. തനാസ് ഇസ. ഓക്കെ, ബേബി ഒരു എടുത്തിട്ട് നിൽക്കാണ്. സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ നമ്മള് 3 പേര് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, കമന്റും ചെയ്ത ആൾക്കാരായിരിക്കണം. മാഷാഅല്ലാഹ്, എല്ലാരും ബേബീസിന്റെ ഫോട്ടോ ഇട്ടവരാണല്ലോ. അവാരിഫ എന്നവരാണ് ഇതിലെ കണ്ടേ. അത് ഈ ഫാമിലീസ് ഗിവ് അവേ ആണ് ഇപ്പൊ അനൗൺസ് ചെയ്തത്. അവാരിഫ 211, അതേപോലെ ഡേവിഡ് 77, സെക്കൻഡ് തനാസ് ഇസ, സെക്കൻഡ് വിന്നർ. അവാരിഫ 211 തേർഡ് വിന്നർ. ഇവരെ 3 പേരും ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം. 3 അക്കൗണ്ടാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞല്ലേ. ഓക്കെ, നമുക്ക് ഇങ്ങനെ നോക്കാം. നമുക്ക് ഇവരെ ആരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. ഇവരെ ഫോളോയിങ്ങില് ഓൾറെഡി അതെ, മംസ് ആൻഡ് വൈഫ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ജുമൈല ദിൽഷാദ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ വിന്നർ. ഓക്കെ, അടുത്ത വിന്നർ നമുക്ക് നോക്കാം. തൻസ ആരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. അതെ, മംസ് ആൻഡ് വൈഫ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്, അതേപോലെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മംസ് ആൻഡ് വൈഫ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇനി അടുത്ത ആള് അവാരിഫന്റെ ഫോളോവേഴ്സ് നോക്കിക്കഴിഞ്ഞാല് ഇതില് അവാരിഫ നമ്മളെ ജുമൈലന്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ല, മംസ് ആൻഡ് വൈഫ്സ് ഫോളോ ചെയ്തിട്ടില്ല. ആരും കാണുന്നില്ല അല്ലേ, നമ്മളെ പേജില് കണക്റ്റഡേ അല്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടെ തേർഡ് പ്രൈസ് നോക്കാൻ തോന്നും. ലാസ്റ്റ് 2 ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലല്ലോ, മോംസ് ആൻഡ് വൈഫ്സ് ഇല്ല, മോംസ് ആൻഡ് വൈഫ്സ് ഫോളോ ചെയ്തില്ല. ദിൽഷാദ് ഫോളോ ചെയ്തില്ല. അപ്പൊ നമ്മള് 3ാമത്തെ ഫോളോവേഴ്സിനെ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, അല്ല സോറി, 3ാമത്തെ വിന്നറെ നമ്മൾ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു.
അപ്പം നമ്മൾ തേർഡ് വിന്നറാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ തേർഡ് വിന്നറെ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡി 1 2 3 നമുക്ക് നോക്കാം ആരാണ് നമുക്ക് പിന്നെ മറ്റേ തേർഡ് വിന്നർ എന്നുള്ളത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതായത് 3 പേർക്കും ഒരേ പ്രൈസ് ആണ്. പ്രയോറിറ്റി ആയിട്ട് പ്രൈസ് ഒന്നുമില്ല അല്ലേ? എന്നാലും ഈ പ്രൈസ് നോക്കാം. സ്റ്റാർട്ട് 1 ആയി 0 ആയി. നോക്കാലോ ഇനി ആരാണ് ഈ ഫസ്റ്റ് വിന്നറിന് ഇല്ല കേട്ടോ. അത് തേർഡ് വിന്നറാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വിന്നറൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്തു. ആരാണ്? കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, നസ്രീന് എന്താണ് നമ്മളെ നസ്രീന്റെ പേജ് നമുക്ക് അവളെ നിക്നെയിമോ. പക്ഷെ ജുമൈല ദിൽഷാദ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മോംസ് ആൻഡ് വൈബ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഞാൻ നോക്കട്ടെ. മോംസ് ആൻഡ് വൈബ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. എന്താ ആളെ പേരെന്താ പറഞ്ഞത്? ഒന്ന് പറയും. അല്ല NZ. ഓക്കെ. അപ്പൊ 3 പേര് നമ്മള് സെലക്ട് ചെയ്ത്. അപ്പൊ തേർഡ് വിന്നർ NZ 21. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം ക്ലിയർ ആണ്. അപ്പം ഇവരെ നമ്മളെ ടീം കോണ്ടാക്ട് ചെയ്ത് ഇതിന്റെ ഫുൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. ഫാമിലി ട്രിപ്പ് അടിച്ചു പൊളിക്കുക. ഞങ്ങൾ ജോർജിയയിൽ പോയി എൻജോയ് ചെയ്തോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കൺട്രീസ് ഏതാ വേണ്ടതെന്ന്. ഇൻഷാല്ലാ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അപ്പോൾ വിന്നേഴ്സ് ആരാന്ന് അറിഞ്ഞല്ലോ. നമ്മൾ മെയ് 1 തന്നെ റിസൾട്ട് നമ്മൾ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു. പക്ക അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ അന്ന് തന്നെ നമ്മൾ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അല്ലേ? മംസ് ആൻഡ് വൈബ്സ് എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി പറയാട്ടോ. തീർച്ചയായിട്ടും. അതായത് നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ സ്വന്തം മംസ് ആൻഡ് വൈബ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കഴിവുകൾ ഏതുമാവട്ടെ അത് നിങ്ങൾക്ക് അതിലൂടെ എന്താണ് സെയിൽ ചെയ്തുകൊണ്ട് തന്നെ ഏണിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം ഷുവറാണ്. നമുക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ ഒരു നല്ല കുക്കാണെങ്കിൽ, നല്ലൊരു ബേക്കർ ആണെങ്കിൽ, നല്ലൊരു ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ, നല്ലൊരു ഗാർഡനർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഗാർഡനിൽ നിന്ന് തയ്യോ ചെടീൻ്റെ കമ്പോ അല്ലെങ്കിൽ വിത്തുകളോ ഒക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മംസ് ആൻഡ് വൈബ്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമായിട്ടുള്ളൊരു ആപ്പാണ്. പ്ലസ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഡ്രീംസിലേക്ക് ലോഗിൻ ചെയ്യാനാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വയം പര്യാപ്തരായി മാറാൻ വേണ്ടി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഡൗൺലോഡ് ഫ്രം ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള തീരുമാനമായിട്ട് അത് മാറുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ടാണ് അല്ലേ? അത് റാഹിലൊക്കെ ഇവിടെ കിടന്നിട്ട് അച്ചാറിന്റെ പേരൊക്കെ മാറ്റിയിട്ട് റാഹിൽ അച്ചാർ എന്നൊക്കെ ഇട്ടാലോ എന്നൊക്കെ റാഹിൽ ആലോചിക്കുന്നുണ്ട് അല്ലേ? അല്ലേ? അതിന്റെ കൂട്ടത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളൊരു ഗിവ് അവേയിൽ നിർത്തൂല കേട്ടോ. ഒരു ഗിവ് അവേ ഒന്നല്ല, വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഗിവ് അവേകൾ, ഒരുപാട് ഗിഫ്റ്റുകൾ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ മംസ് ആൻഡ് വൈബ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മംസ് ആൻഡ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലായിരിക്കും കൂടുതൽ നമ്മൾ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുന്നുണ്ടായിരിക്കുക. സോ മംസ് ആൻഡ് വൈബ്സ് ഒരു സോഷ്യൽ കൊമേഴ്സ് സ്ഥാപനമാണ്, ഒരു സോഷ്യൽ കൊമേഴ്സ് ആപ്പാണ്. സോ നമ്മൾ 360 ഡിഗ്രിയിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയി കഴിഞ്ഞാലും ഞങ്ങളോടൊപ്പമായിട്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരാനിരിക്കുന്നുണ്ട്.